അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൾ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈ പ്രപഞ്ചം മുഴുവൻ രക്ഷകനിലേക്ക് നയിക്കപ്പെടണം. അതായിരുന്നു പരിശുദ്ധ അമ്മയുടെ നിയോഗം. നമ്മെ മുഴുവൻ ഈശോയിലേക്ക് അടുപ്പിക്കുക എന്ന ഒരു വശ്യശക്തി പരിശുദ്ധ അമ്മയിൽ അന്തർലീനമായിരുന്നു. അതുകൊണ്ടായിരിക്കും മറിയം വഴി ഈശോയിലേക്ക് എന്ന മുദ്രാവാക്യം ഇപ്പോഴും അർത്ഥപൂർണമായി അതിമനോഹരമായി നിലകൊള്ളുന്നത്. പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ ഓരോ ദിവസവും നിരവധി ഉത്കണ്ഠകളും വേദനകളുമാണ് പരിശുദ്ധ അമ്മയിലൂടെ സമർപ്പിക്കപ്പെടുക. അവർക്ക് വീഞ്ഞില്ല എന്ന 2 വാക്കുകളിലൂടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ വ്യഗ്രത, ഹൃദയവേദനയുടെ തീവ്രത ദൈവസന്നിധിയിൽ അർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. ആ കുടുംബത്തെ മുഴുവൻ ഈശോയിലേക്ക് അടുപ്പിക്കുക എന്ന ഒരു പ്രവർത്തനം വഴി അവർക്ക് വീഞ്ഞില്ല എന്ന 2 വാക്കുകളിലൂടെ അവൾ നിവർത്തിച്ചപ്പോൾ ആ കുടുംബത്തെ മുഴുവൻ ഈശോയിലേക്ക് അടുപ്പിക്കാൻ അവൾക്ക് സാധിച്ചു. അമ്മ ഏതൊരുവന്റെയും ജീവിതത്തിൽ ഏറെ സമാശ്വാസവും സാന്നിധ്യവുമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ഒരു പുഷ്പത്തോട് ഓർമ്മിക്കുകയാണെങ്കിൽ അത് ആരോരും അറിയാതെ ശബ്ദ കോലാഹലങ്ങളില്ലാതെ വിടരുകയും അതിൻ്റെ സുഗന്ധം മറ്റുള്ളവരിലേക്ക് പകരുകയും മാലോകർ അവളിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ ആ ഭവനത്തിൽ നടന്നതും അവൾ നിശബ്ദമായി ആരോരും അറിയാതെ ആ ഭവനത്തിലൂടെ നടന്നു നീങ്ങി അവരുടെ വിഷമതകൾ കണ്ടറിഞ്ഞ് തൻ്റെ പുത്രനോട് മാധ്യസ്ഥം യാചിക്കുകയാണ്. അവർക്ക് വീഞ്ഞില്ല. ആ കുടുംബം അറിഞ്ഞത് ഈശോയുടെ ശക്തിയാണ്. അവിടെ കൂടിയിരുന്നവർ അറിഞ്ഞത് ഈശോയുടെ ശക്തിയാണ്. പരിശുദ്ധ അമ്മയെ ആരും അറിഞ്ഞില്ല. അങ്ങനെ തൻ്റെ മധ്യസ്ഥത്തിലൂടെ ലോകത്തെ മുഴുവൻ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നു. രണ്ടാമതായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നാം കാണുന്നത് കാൽവരിയിലാണ്. ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ യോഹന്നാനെ മാതാവിന് ഭരമേൽപ്പിക്കുമ്പോൾ നിരവധി ക്ലേശങ്ങളാലും രോഗങ്ങളാലും വേദനിക്കുന്ന ഒരു ലോകത്തെ തന്നെയാണ് പരിശുദ്ധ അമ്മ ഏറ്റുവാങ്ങുക. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയും അധികാരവും പുത്രൻ തൻ്റെ മാതാവിന് നൽകുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന മാർഗത്തിലൂടെ ഈശോയിലേക്ക് പരിശുദ്ധ അമ്മ ലോകത്തെ മുഴുവൻ ഈശോയിലേക്ക് അടുപ്പിക്കുന്നു. ഈശോയുടെ മരണശേഷം പേടിച്ചു വിറച്ച് ശിഷ്യന്മാർ ഈ മാതാവിൻ്റെ കൂടാരത്തിലേക്കാണ് അഭയം പ്രാപിക്കുക. പന്തക്കുസ്താ ദിവസം സെഹിയോൻ ഉടുശാലയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ ആവസിപ്പിക്കപ്പെടുക. തൻ്റെ ശിഷ്യരെ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചപ്പോൾ ഈ ലോകത്തെ മുഴുവൻ ഈശോ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തൻ്റെ മാധ്യസ്ഥത്തിലൂടെ ശിഷ്യരെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നു. അമ്മ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പരിമളം പരത്തുന്ന ഒരു പുഷ്പം പോലെ അല്ലെങ്കിൽ ഇളങ്കാറ്റു പോലെ നമ്മുടെ ജീവിതത്തിൽ നിർമ്മലമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അമ്മ ഏവർക്കും സമാശ്വാസം നൽകുന്ന ഒരു സാന്നിധ്യമാണ്. കാലം കരുതി വയ്ക്കുന്ന തിന്മയുടെ സ്പർശനങ്ങൾക്ക് മുമ്പിൽ അടിപതറാതെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊത്ത് ചലിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ട്. ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ, പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിജയകരമായി മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയോടുകൂടെ നാം ജപമാല ചൊല്ലുമ്പോൾ നാം ചൊല്ലുന്ന ഓരോ ജപമാല മണികളിലും ഓരോ നന്മ നിറഞ്ഞ മറിയം നാം ചൊല്ലുമ്പോഴും അതിലൂടെ ഈശോയെ മഹത്വപ്പെടുത്താൻ, ഈശോയെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവുമായുള്ള ബന്ധം നിരന്തരം സൂക്ഷിക്കാനും പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഈശോയോട് ചേർത്ത് നിർത്താനും പരിശുദ്ധ അമ്മ വഴി നമുക്ക് സാധിക്കുന്നു. സുഗമവും കൃത്യവുമായ വഴിയിലൂടെ ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ
വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ ഈശോയിലേക്ക് അടുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കുന്നുണ്ട്. കൃത്യമായി സുഗമമായ വഴിയിലൂടെ ഈശോയെ അനുഗമിക്കാൻ, ആർദ്രമായി അവിടുത്തെ സ്നേഹിക്കാൻ, വിശ്വസ്തയോടെ അവിടുത്തേക്ക് സേവനം ചെയ്യുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന മാർഗം പരിശുദ്ധ അമ്മയാണ്. മറിയത്തോടൊപ്പം ഈശോയുണ്ട്, ഈശോയോടൊപ്പം മറിയവുമുണ്ട്. ഈശോ ഇല്ലെങ്കിൽ മറിയത്തിന് ഒന്നും കഴിവില്ല. ഈശോ ഇല്ലാതെ അവളില്ല. ഈ ലോകത്തെ മുഴുവൻ തൻ്റെ മക്കളായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരെയും തൻ്റെ പുത്രനിലേക്ക് അടുപ്പിക്കുന്ന ഒരു കേന്ദ്രമായി വർത്തിക്കുന്ന പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം തേടാം. ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിലും മനസ്സിലും ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച പരിശുദ്ധ അമ്മയെ പോലെ, ലോകത്തിന് മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും ഈ ലോകത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരാകാം. നമുക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഉണ്ണീശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും നന്മയിൽ വളർത്തണമേ എന്ന്.